എല്ലാവർക്കും വലിയൊരു നമസ്കാരം. നമ്മുടെ ഈ ചിരിക്കോട്ടയില് ചിരിയുടെ മഴ പെയ്ക്കാനായിട്ട് രണ്ട് ഋഷ്യശൃംഗന്മാരെ ഒന്ന് വിളിച്ചോട്ടെ. നമ്മുടെ സ്വന്തം ദി കോമഡി കിങ് പിഷാരടി ചേട്ടൻ, കോമഡിയുടെ ഉസ്താദ് പ്രസാദേട്ടൻ. രണ്ട് കാര്യങ്ങൾ. ഇനി ഋഷ്യശൃംഗൻ എന്ന് പറയുന്നത് മഴയുടെ കാര്യത്തിലാണോ അതോ സ്ത്രീകളെ കണ്ടിട്ടില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ മഴ കോമഡി അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. മഴയാണ് കോമഡിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കല്ലേ പ്രസാദേട്ടനെ പറ്റിയൊന്നും അങ്ങനെ ആരും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഓക്കെ, പ്രസാദേട്ടാ, പ്രസാദേട്ടൻ ഇതിനോടകം ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് പ്രസാദേട്ടൻ എങ്ങനെയുള്ളൊരു കോർഡിനേറ്റർ ആണ്? ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണോ അതോ ഭയങ്കര ടെൻഷൻ അടിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ? ഞാൻ എന്തോ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എനിക്കത് പ്രസാദേട്ടൻ്റെ വായന അറിയണം. അത് എനിക്ക് ടോട്ടലി ടെൻഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്ററാണ് രമേശ് പിഷാരടി. പക്ഷേ പുള്ളി വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ്റെ കൂടെപ്പിറപ്പാ. ടെൻഷൻ ഉണ്ടെങ്കിൽ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് ടെൻഷനായിരിക്കും. അപ്പം അതാണ് എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകൾ കണ്ടു, ഞാൻ ഇതിൽ സംബന്ധിച്ചു. അപ്പോൾ അത് മനസ്സിലായത്, പണ്ട് ഞാൻ താമസിക്കുന്ന കലാഭവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആബേലച്ചൻ വൈകുന്നേരം പോകുന്ന വഴി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ വിളിക്കും, പ്രസാദ് ഉണ്ടോ എന്നൊരു വിളിക്കും. ഞാൻ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അച്ഛൻ്റെ താമസസ്ഥലം വരെ പോകും. അപ്പോൾ ഈ പോകുന്ന വഴി അച്ഛൻ പറയുന്ന കഥകൾ ഒരു 8-10 വർഷം കേട്ടിട്ടുണ്ട് ഈ കഥകൾ. എന്തിനെ കുറിച്ച് പറഞ്ഞാലും അപ്പോൾ ഉണ്ടാവും ഒരു കഥ. പേന ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ പേനയെ കുറിച്ചൊരു കഥ ഉണ്ടാവും. ചായ കുടിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ ചായ ഒരു കഥ. ഒരാൾ വന്ന് അച്ഛൻ്റെ പുറകെ ഒന്ന് കൂവിയാൽ അപ്പം അച്ഛനൊരു കഥ പറയും. അങ്ങനെ നിരന്തരമായിട്ട് എവിടെ നിന്നാ ഈ കഥ വരണമെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് രമേശിൻ്റെ കാര്യവും. പിഷാരടിക്ക് ഇത് ചുമ്മാ എന്താ പറയുന്നത്, വെറുതെ ഒന്ന് പൊക്കി പറയാന്നോർത്ത് പറയണല്ലേ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഇത് പറഞ്ഞെങ്കിലും ആബേലച്ചനെ പോലെ ഒരാളുമായിട്ടൊരു തമാശക്കാണെങ്കിലും വെറുതെ ഈ കഥ പറച്ചിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വരി എൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. അല്ല, അതിന് വ്യത്യാസമുണ്ട്. അച്ഛൻ പറയുന്ന കഥയുടെ അവസാനം ഒരു സാരോപദേശം ഉണ്ടാവും, മിക്കവാറും ഹ്യൂമർ ഉണ്ടാവും എങ്കിൽ പോലും. പക്ഷേ രമേശിൻ്റെ കഥയുടെ ക്ലൈമാക്സ് ഒരു ഹ്യൂമർ ആയിരിക്കും. അതാണ് അതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതുകൊണ്ടല്ല, അത് അച്ഛൻ സാരോപദേശം പറയുന്നത് എന്താ വെച്ചാൽ, അച്ഛൻ കഥ പറയുമ്പോൾ പ്രസാദേട്ടനെ നന്നാക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. എനിക്ക് ആരെ നന്നാക്കണം എന്നൊരു ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് സാരോപദേശമുള്ള കഥകൾ പറയാത്തത്. പക്ഷേ ഇതുപോലൊരു വേദിയിൽ നമ്മൾ യാദൃശ്ചികമായിട്ട് ആണെങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു പേരാണ് ആബേലച്ചൻ്റെ പേര്. മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ജന്മം കൊടുക്കുക, അതിനെ വേണ്ടി ശ്രമിക്കുക, ഇത്രയധികം ഒരു പ്രസ്ഥാനത്തെ, കലയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക, അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആബേലച്ചൻ. ആബേലച്ചനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഈ പ്രസാദേട്ടൻ. കലാഭവൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെ കേരളത്തിന് സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള കലാകാരന്മാരുടെ എണ്ണം എത്രയോ എണ്ണമാണ്. നമുക്ക് വിരൽ മടക്കി എണ്ണയെ തീരാത്ത അത്രയും കലാകാരന്മാരെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് പ്രസാദേട്ടൻ എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അത് മാത്രമല്ല, താങ്ക് യു. അത് മാത്രമല്ല, പണ്ട് ഞാൻ കലാഭവൻ്റെ കൂടെ പോകുമ്പോൾ ഒറ്റക്കാണ്, ഇതേപോലെ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊന്നും പേരില്ലാന്നേ ഉള്ളൂ, ഒറ്റക്കാണ് വന്ന് 15-20 മിനിറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആശയം വരുന്നത്, 6 പേര് 5 പേര് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം. അപ്പോൾ കലാഭവൻ്റെ മാനേജർ ഉണ്ടെന്ന് ഷേർലി, അപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങളൊരു മുറിയിലോട്ട് കയറി നിന്നിട്ടാണ് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കലാരൂപം ഇത്രയും വളർന്നല്ലോ, അപ്പോൾ ഇതിൻ്റെ ആദ്യ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ് സത്യം പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ കലാഭവൻ്റെ സെക്രട്ടറി വരുന്നത്. പിന്നെയാണ് നമ്മൾ മറ്റു കലാകാരന്മാരെല്ലാം, നമ്മൾ റഹ്മാനെയും വർഗീച്ചമ്പേട്ടയും, അന്ന് അശോക് ഹക്കീമാണ്, പിന്നെ അവർ പോയ ശേഷമാണ് സിദ്ദിഖ് ലാൽ വരുന്നത്. അതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ ഡിസ്കഷനിൽ അതെപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതാം. നമ്മൾ ദാസേട്ടൻ ഇതിനകത്ത് 50 വർഷമായി, അല്ല സംഗീതത്തിൽ 60 വർഷമായി എന്നൊക്കെ പറയുന്നത്, ഏകദേശം 45 വർഷമായില്ലേ സ്റ്റേജ് പരിപാടിയിൽ? അതെ, 45 വർഷമായി. ആബേലച്ചനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു മനോഹരമായ ഓർമ്മ ഞങ്ങളോടൊന്ന് പങ്കുവെക്കണം. അല്ല, അച്ഛനിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ അവിടെ ആ വീട്ടിൽ എപ്പോഴും വഴക്കാന്ന് പറഞ്ഞാൽ ആ വഴക്കിനെ കുറിച്ച് അച്ഛനൊരു കഥ പറയും. അപ്പോൾ ഒരിക്കൽ സിദ്ദിഖ് കലാഭവനിൽ വന്നപ്പോൾ സിദ്ദിഖ് ചോദിച്ചു, നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ചോദിച്ചു, അച്ഛൻ ഞങ്ങളുടെ ഈ പുല്ലേപ്പടി വഴി പോകുമ്പോൾ ചില പിള്ളേർ വന്ന് കൂവാറുണ്ട് അച്ഛനെ, ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ എന്താ റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞ കഥ, ഞാൻ വത്തിക്കാനിലായിരുന്നപ്പോൾ, ഇറ്റലിയിലെ വത്തിക്കാനിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പം അവർ നടക്കുമ്പോൾ ഈ വത്തിക്കാനിലുള്ളവർ
കാശ് കൊടുത്ത് കുറച്ച് തെമ്മാടി പിള്ളേരെ ഏർപ്പാട് ചെയ്തിട്ട് കൂയിക്കും. ഓ അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി വരുവാനും ദേഷ്യം വരാതിരിക്കാൻ, ഇത് കൺട്രോൾ ചെയ്യാൻ, എന്നുവെച്ചാൽ അവരെയൊന്നും തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമം. അപ്പം ഇതൊക്കെ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി കാശ് കൊടുത്ത് ഇങ്ങനെ കൂവിക്കും. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ. അത് മാത്രമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് പക്വതയും കിട്ടി, മെച്യൂരിറ്റിയും കിട്ടി, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അവിടെ അച്ഛൻ പോസിറ്റീവായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതാണ് അത് ചിലർ ഗമ പറയുമ്പോൾ ചില സാധനമാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അച്ഛനെ വിദേശത്ത് ഒരാൾ കാറിൽ കൊണ്ടുപോകുമ്പം അന്ന് ഇവിടെ സീറ്റ് ബെൽറ്റ്, എയർ ബാഗ് ഇതൊന്നും വണ്ടികളിൽ വന്നിട്ടില്ല. അന്ന് ഇവിടുത്തെ സാധാരണ അംബാസഡറുള്ള കാലത്ത് അന്ന് ഒരാൾ അച്ഛനെ കയറ്റിയിട്ട് വലുതായിട്ട് പൊങ്ങച്ചൻ പറയാണ്, അച്ഛാ ഈ കാറിൻ്റെ പ്രത്യേകത ഇത് ഇവിടുന്ന് ഇടിച്ചാൽ ഇവിടെ എയർ ബാഗ് വരും, അവിടെ നിന്ന് വന്നാൽ അവിടെ നിന്ന് ഇത് വീർത്ത് വരും, പിന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇത് പറ്റില്ല, മോളിൽ നിന്ന് അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. അത് അങ്ങനെ ഒരുപാട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചാൽ സ്പീക്കർ ഇങ്ങനെ ചുറ്റും സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് അന്നൊന്നും ഇവിടെ ഇല്ല, അതെല്ലാം നമുക്കിരുന്ന് കേൾക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് മഞ്ഞ് സമയം വരുമ്പോൾ അതിന് പ്രത്യേക ലൈറ്റുണ്ട്. അപ്പോൾ ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മറ്റ് സാധാരണ ലൈറ്റിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ അഭിലാഷം ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്, ഈ കാറ് മൊത്തമായിട്ടൊരു കൊക്കകത്തോട്ട് അങ്ങ് വീണു പോയാലോ? അപ്പൊ ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ അഭിലക്ഷ്യം നമ്മുടെ ഷോയെ സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം കലാഭവനിലൂടെ ഒരുപാട് കലാകാരന്മാർ വളർന്നിരിക്കുന്നത്. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിലൂടെയും ഒരുപാട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് വളർന്നു വരാൻ പോവുകയാണ്. അങ്ങനെ വളർന്നു വരണം അല്ലേ? ഒരു പ്ലാറ്റ്ഫോം മാത്രമേ എപ്പോഴും മൂന്നാമതൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവനവന്റെ ഉത്തരവാദിത്വമാണ് എപ്പോഴും. അതെ, ഉത്തരവാദിത്വമാണ്, ഭാഗ്യമാണ്, ഹാർഡ് വർക്കാണ്. തീർച്ചയായിട്ടും അങ്ങനെ അതുല്യരായ കലാകാരന്മാർക്ക് തന്നെയാണ് ഇവിടെ വേദി ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെർഫോമറെ സ്വാഗതം ചെയ്യാം. വിനീത് ഫ്രം എരമല്ലൂർ. എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം. എനിക്ക് ഇന്നൊരു ചെറിയൊരു പ്രശ്നം രമേശ് ചേട്ടനോട് പറയാനുണ്ട്. രമേശ് ചേട്ടനെ ഇവിടെ ഒരാൾ പറ്റിക്കുന്നുണ്ട് കേട്ടോ. രമേശ് ചേട്ടനെ ശരിക്കും, അതായത് പുള്ളി ആള് ഭയങ്കര ഉടായിപ്പാണ്. നിങ്ങളുടെ ടീമിലുള്ള ആളാണ്, ഭയങ്കര ഉടായിപ്പാണ്. ഒരു മിനിറ്റ് എന്ത്. അപ്പോൾ രമേശ് ചേട്ടാ കാര്യം പറയട്ടെ. ഇവിടെ ഒരു മാമനോ ആരുണ്ടല്ലോ ഇവിടെ, ഒരു കേശവൻ മാമനുണ്ട്. കേശവൻ എന്നുള്ളതാണ് പുള്ളിയുടെ പേര്. മാമ എന്ന് നാട്ടുകാർ വിളിക്കണതാ പുള്ളി. സംഭവം എന്താണെന്നറിയാമോ? അതായത് ഈ പുള്ളിക്ക് ചെറിയ ബ്രോക്കർ പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ ഭയങ്കര ദൈവവിശ്വാസമൊക്കെ ഉള്ള വീട്ടിലായതുകൊണ്ടിട്ട് അച്ഛനമ്മയും കൂടി ഒരു കണിയാൻ ഈ ജ്യോത്സ്യന്മാരെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു 29 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്യോത്സ്യർ ഈ ഇദ്ദേഹത്തോട് കണക്ട് ചെയ്തു. ഇവരെന്നെ കൊണ്ടുപോയി പെണ്ണ് കാണിച്ചു. ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് എന്നെ വിൽക്കണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. അങ്ങനെ വീടാന്തരം കയറി ചായ കുടിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പേ കാക്കനാട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടീനെ കണ്ടു. ചുറ്റുപാട് സാഹചര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മക്കളെ എന്താണ് പേര്? ചേട്ടാ എൻ്റെ പേര് വിചിത്ര ജീവി എന്നാണ്. ഞാൻ ചോദിച്ചു വിചിത്ര ജീവി. അപ്പോൾ പറഞ്ഞു വിചിത്ര എന്നുള്ളത് എൻ്റെ പേരും ജീവി എന്ന് അച്ഛൻ്റെ പേരുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജീവി, അച്ഛനെന്ന് പറഞ്ഞ ജീവി വന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് എന്നെ അവർക്ക് വിറ്റു. ഞങ്ങൾ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങി. ഇവിടെയൊന്നും അല്ല പ്രസാദേട്ട പ്രശ്നം ഉണ്ടായത്. ഈ ആദിരാത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേറെ രീതി ചിന്തിക്കരുത്, ആദിരാത്രിയെ കുറിച്ച് പറയണ്ടേ രമേശ്? കുഴപ്പമുണ്ടോ ചോദിക്കുന്നത്? ചേട്ടന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അല്ല, ആദിരാത്രിയും ഈ പെണ്ണ് കാണലും എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കപടത നിറഞ്ഞ ഒരു 2 സീക്വൻസ് ആണ് ഇത്. കാരണം പറയുന്നതാണ് ഇവരുടെ മനസ്സിനകത്തുള്ള ഒന്നും ഉണ്ടാവില്ലേ പെണ്ണ് കാണൽ സമയത്ത്. ആണാണെങ്കിൽ എല്ലാം വേറെ ആയിരിക്കും, എക്സ്പ്രഷൻസും അഭിനയവും. പെണ്ണിന്റെ ഒറിജിനൽ ഒരിക്കലും പുറത്തു കൊണ്ടുവരില്ല. അപ്പൊ ഇവരുടെ ഒറിജിനൽ അല്ലാത്ത എന്താണോ അതാണ് പെണ്ണ് കാണൽ, അതാണ് ആദിരാത്രി. അപ്പോൾ ശരിക്കും അങ്ങനെ സംഭവിച്ചൊരു കാര്യം, ആദ്യരാത്രി അങ്ങനെ ആ പെൺകുട്ടി എൻ്റെ അരികിലേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു, മോള് ഇരിക്കൂ, വിചിത്ര ജീവി അവിടെ ഇരിക്കൂ. ഇല്ല ചേട്ടാ ഞാൻ നിന്നോളാം, ചേട്ടൻ കാര്യം പറ. ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ പരിചയമുള്ളതാണ്, മോൾക്ക് പരിചയമില്ലെങ്കിലും കുഴപ്പമില്ല, മോളവിടെ ഇരിക്കൂ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ അവളോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇതിനും വേണ്ടി ഇതിൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. എന്താണ് ഇപ്പം എന്നെക്കുറിച്ച് അഭിപ്രായം? ചേട്ടനെക്കുറിച്ച് നല്ല അഭിപ്രായം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ടെൻഷൻ ആണെങ്കിൽ നമുക്ക് കിടന്നങ്ങ് ഉറങ്ങാം, റിലാക്സ് ചെയ്യാം. രാവിലെ മുതൽ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, കാര്യങ്ങൾ, ഫോട്ടോ എടുപ്പിനെ കുറിച്ച് പറയണ്ടല്ലോ. ആൾക്കാർ ക്യാമറയും തൂക്കി പുറകിൽ വരെ വരും. നമ്മുടെ മണിയറയുടെ തൊട്ട് ഫ്രണ്ടിൽ വരെ ക്യാമറ വെച്ചു. ഞാനത് കണ്ടുപിടിച്ചിട്ട് ആ ചെറുക്കനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി.
അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഉറങ്ങിക്കോളൂ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ എനിക്ക് വല്ലാത്ത ഉറങ്ങാനും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അത്രയും ഒരു ടെൻഷനാണ് എന്നോട് മോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ, A to Z കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് റിലാക്സേഷൻ കിട്ടും, നമുക്ക് നന്നായിട്ട് ഉറക്കം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി, അവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ എൻ്റെ ഉറക്കം അന്ന് നഷ്ടപ്പെട്ടതാണ്, ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഈ പറഞ്ഞ പറ്റുന്ന ഉറക്കം, ഞാൻ ഉറക്കത്തിലേക്ക് വരാം. ഉറക്കം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്നൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാം രമേശ് ചേട്ടാ, കണ്ണിൻ്റെ താഴെ മൊത്തം കറുപ്പ് വീഴും. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉറക്കം നിൽക്കുമ്പോൾ കണ്ണിൻ്റെ താഴെ കറുപ്പ് വീണ് കൂട്ടുകാർ തന്നെ പറഞ്ഞു തുടങ്ങി, അനന്തപദ്രത്തിൽ മനോർക്കെ ചെയ്യാനാണെന്ന് പോലും ചോദിച്ചു തുടങ്ങി. 2 സൈഡും കറുപ്പ്. അപ്പോൾ മേക്കപ്പാണ്, ഇപ്പോൾ അതൊക്കെ പോയി. അങ്ങനെ ഇത്രയും ഒരു ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഒരു ഡോക്ടറെ പോയി കണ്ടു. കാരണം നമ്മളൊരു ഡോക്ടറെ കാണണമല്ലോ. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഒരു പോളെ കണ്ടടക്കില്ല, ഞാൻ ഉറങ്ങത്തേ ഇല്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ പ്രശ്നമായി രമേശ് ചേട്ടാ അത്. അതിൻ്റെ വാതൊക്കെ ഉറങ്ങുന്നൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പുള്ളി മാറ്റി എന്നെ ഇപ്പം ജോലിക്ക് വെച്ചെന്നേ. സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ജോലി കിട്ടിയേട്ടാ. ഈ സെക്യൂരിറ്റികളിൽ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി കളമശ്ശേരി ഭാഗത്ത് ഞങ്ങൾ പണ്ട് താമസിക്കുന്ന ഒരു ഹോട്ടലിലൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇദ്ദേഹം കിടന്നിട്ടൊരു 8-9 കൊതുകുതിരി ചുറ്റും വയ്ക്കും. നമ്മൾ ബോഡിക്ക് ചുറ്റും തേങ്ങ വയ്ക്കൂലേ, അതുപോലെ കൊതുകുതിരി വെച്ചിട്ട് ഇതിൻ്റെ ശ്വാസം വലിച്ചാൽ കിടക്കുന്നത്. അപ്പം ഭയങ്കര അബോധാവസ്ഥയാണ്. പുള്ളി അങ്ങനെ വേറൊരു ട്രാൻസിലോട്ട് പോവുക, അല്ലാതെ ഉറക്കമൊന്നും അല്ല, അതിന് ഉറക്കം നല്ല അതിൻ്റെ പേര്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് രാത്രി 2 മണി കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് ഇയാൾ വിളിച്ചാലും ഇയാൾ എണീക്കത്തില്ല. നമ്മൾ എന്നിട്ട് ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ, ഇവിടെ എവിടെ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഉണ്ടോ? ചേട്ടാ ഇവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലും ഉണ്ടോ? ഇങ്ങനെ കിടക്കും. നമ്മൾ എത്ര തീ പിടിച്ചാൽ പോലും ഇയാൾ എണീക്കത്തില്ല, ഇയാളിങ്ങനെ കിടക്കും. പക്ഷേ നമ്മൾ രാത്രി പുള്ളി ഉറങ്ങി കിടക്കുമ്പം ചെന്നിട്ട് ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും സ്മോൾ കിട്ടോ? പൈൻ്റെ കിട്ടുള്ളൂ, 120 2 കിട്ടും, തന്നാൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അത് മാത്രം കേൾക്കാനുള്ള ചെവി വേണ്ടി 2 പുള്ളിക്ക് കൊടുക്കുകയും വേണം. ഈ 2 കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചോദിക്കാൻ മടിയാണ്. അവർ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരോട് അത് വേണോന്ന് ചോദിക്കും. നമ്മൾ വേണോന്ന് ചോദിക്കുന്നവരെ അവർ അതിനോടുള്ളൊരു താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും എനിക്കതിൻ്റെ ഡയറക്ടർ കണ്ണൻ താമരക്കുളം എൻ്റെ ഡയറക്ടറൊക്കെ കൂടെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുമ്പം പാഷാണ ഷാജിയെ കൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പം അന്ന് ഏതോ ഒരു വിദേശ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാഷാണ ഷാജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാഷാണ ഷാജിക്ക് പട്ടികളുടെ ബിസിനസ്സുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വിദേശ കുപ്പി വന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹോട്ടലിലെ ഒരു വെയിറ്റർ പുള്ളിയുണ്ട്. പുള്ളി ഇങ്ങനെ വന്ന അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറ്റി വീടുന്നുണ്ട്. പിന്നെ എന്നാണ്ട് കഴിക്കാൻ എന്തെങ്കിലും എടുക്കണോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഒരെണ്ണം വേണം. അതാണ് പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് മിണ്ടാൻ പറ്റാതായി. പുള്ളി ഇങ്ങനെ നിൽക്കുക, പുള്ളിനെ പറഞ്ഞപ്പെടണം. അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ പുള്ളി പോകുന്ന ഓർത്തിട്ട് ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളി പോകുന്നതിന് പകരം പുള്ളി പതുക്കെ അവിടെ ഇങ്ങ് ഇരുന്നു. ഇരുന്നപ്പോൾ നമുക്ക് അബദ്ധമായി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വേണേ പൊക്കോ എന്നപ്പോൾ പുള്ളി പറഞ്ഞു അല്ല എനിക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ വർത്താനമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സിനിമയുടെ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്, ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പുള്ളി ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ പാഷാണ ഷാജി ഒരു പൂച്ചയെ പറ്റി പറഞ്ഞു, അയാളുടെ വീട്ടിലുള്ളൊരു പൂച്ചയെ പറ്റി പറഞ്ഞു. ഉടനെ ഇയാൾ ചാടിക്കറി പറഞ്ഞു സാറേ എൻ്റെ വീട്ടിലുണ്ടൊരു പൂച്ച, അയ്യോ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ ഗേറ്റിൻ്റെ കാത്തു നിൽക്കും, ഞാൻ അകത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുമ്പം കാലേ വന്ന് ഇങ്ങനെ ഉരുമി നിൽക്കും, ഞാനൊരു മീനിൻ്റെ തലയിട്ട് കൊടുക്കും, അതും തിന്നുകൊണ്ട് പോയിട്ടേ കിടക്കത്തുള്ളൂ, ഞാൻ ഈ മീൻ തല കൊടുത്തില്ലെങ്കിൽ ഈ പൂച്ച പോയി കിടക്കത്തില്ല, എല്ലാ ദിവസവും ഞാൻ ചെല്ലും മീൻതല കൊടുക്കും, പൂച്ച തിന്നും, ഞാനിത് ഇതേപോലെ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാൻ സാറേന്ന്. ഇയാള് പൂച്ച മീൻ തിന്നുന്ന കാര്യം എന്തിനാ കോടതി പറയുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 2 ദിവസം ഞങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തിനാ കോടതി പറയുന്നതെന്നുള്ളത്. ഒരു ക്ലൈമാക്സ് പുള്ളിയുടെ വക കോടതിയിൽ പറയാൻ. അതാണ് ഇതിന്റെ പവർ. അതാണ് ഈ സാധനത്തിന്റെ ബാക്കിയൊക്കെ പുള്ളിയുടെ അനുഭവമാണ്. ഇതിന്റെ പവർ കോടതി കിടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസാദം പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാൻ പോകുന്നതും അതൊക്കെ എല്ലാവരും അവരവരുടെ എന്താ പറയുക മോശം വശങ്ങളൊക്കെ മാറ്റി നല്ല വശങ്ങൾ മാത്രമേ വെളിയിൽ കാണിക്കുള്ളൂ. ശരിക്കും അതിനെ നമുക്ക് ഉപമിക്കാവുന്നത് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് പോലെയാണ് രമേശ് ചേട്ടാ. നമ്മളൊരു പ്രോഡക്റ്റ് കാണിക്കും, അതിൻ്റെ പടം കാണിക്കും, നമ്മളത് പൈസ കൊടുത്ത് ഓർഡർ ചെയ്യും, വീട്ടിൽ വരുന്ന പൊതിക്കകത്ത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു സാധനമായിരിക്കും. അത് കറക്റ്റായിട്ട് ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മാമനെ എനിക്ക് അയാളോട് ദേഷ്യം തോന്നുന്ന കാര്യം എന്താ പറയുക, അയാൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മാമ ഈ പെണ്ണ് എങ്ങനെയുണ്ട്, എങ്ങനെ നല്ല മിടുക്കിയാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നല്ല കുട്ടിയാണോ, നല്ല പത്തരമാറ്റ് പൊന്നാണെന്ന് പറഞ്ഞു. 10 മാറ്റ് പൊന്നാണ് നീ കാണാൻ പോണ പെണ്ണ്, നീ കെട്ടാൻ പോണ പെണ്ണെന്ന് പറഞ്ഞു. പക്ഷേ ലൈഫിൽ എനിക്ക് ഇപ്പോഴാണ് പുള്ളി പറഞ്ഞ എന്നാന്ന് മനസ്സിലായി. എന്നാന്നറിയാം ചേട്ടാ, പുള്ളി അന്ന് ഉദ്ദേശിച്ചില്ലേ 10 മാറ്റ് പെണ്ണെന്ന്. ഇവള് 10 മാറ്റ് പൊന്നായതുകൊണ്ടല്ല നാട്ടുകാർ ഉരച്ചു നോക്കിയിട്ട് എന്നെ തന്നു വിട്ടത്.
ഇത്രയും ടെൻഷനൊക്കെ വരുമ്പോൾ ആരായാലും ചിലപ്പം ഇത്തിരി സ്മോളൊക്കെ കഴിച്ചു പോകും. മദ്യവും ഭാര്യയും തമ്മിൽ ഒരു ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് രമേശ് ചേട്ടൻ അറിയാവോ? ഇല്ല. ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കറിയില്ല. 2 ഓവറായാൽ തലയ്ക്ക് പിടിക്കും ചേട്ടാ. 2 ഓവറായി കഴിഞ്ഞാൽ പെണ്ണ് ഓവറായി കഴിഞ്ഞാൽ അവള് ഇപ്പോൾ തലയ്ക്ക് പിടിക്കും. പക്ഷേ ഇപ്പം ഞാൻ വന്നത് ഒരു വലിയൊരു പ്രശ്നം പറയാനാണ്. അതൊന്നെങ്കിൽ രമേശ് ചേട്ടനും കൂടെ പറഞ്ഞ് തീർത്ത് തരണം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടത്തിയ ആ മാമയൊന്നും ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ ഞാനൊരു കാര്യം ചെയ്യാം, അപ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 എണ്ണം അടിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. ന്യായമല്ല, അതിനകത്ത് എന്താ പ്രശ്നം? ന്യായമായ കാര്യമാണെന്നേ. പക്ഷേ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ 2 എണ്ണം അടിച്ചിട്ട് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ 10 എണ്ണം അടിച്ചിട്ട് വെളുപ്പിനെ 2 മണിക്കാണ് ചേട്ടാ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷെ അതിൻ്റെ കുഴപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാനും അവളും കൂടെ ഭയങ്കര തർക്കമായി. ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടേക്കിട്ട് തർക്കമായി. ഞാൻ ചിരവയെടുത്ത് അവളെ അടിച്ചു കേട്ടോ. ആള് മരിച്ചു പോകത്തില്ലേ? മരിച്ചു പോകില്ലേ? മരിച്ചു എങ്കിൽ ഞാൻ അവിടെ വരത്തില്ല. അതേ ചിരവയായിട്ട് അവൾ എന്നെത്തെല്ലാം വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ പൊക്കോട്ടെ രമേശ് ചേട്ടാ. കല്ലുവാതുക്കൽ മദ്യ ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ വാറ്റ് എന്ന് പറയുന്ന സംഭവം കുടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ട്രൂപ്പിൽ ഒരുത്തനുണ്ട്, പുള്ളി ഇതിലൊരു ഇച്ചിരി സീനിയറാണ്. അപ്പം നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ പേര് പറയില്ല അല്ലേ? പേര് പറയില്ല. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയും, ചീത്ത കേട്ടോ, ചാത്ത സാധനം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പിള്ളേരൊക്കെ അറച്ചു മാറും. പുള്ളിക്ക് തന്നെ അടിക്കാൻ വേണ്ടിയാ. കിട്ടിയ വഴി ഇത് അറപ്പിക്കും പുള്ളി എല്ലാവരും. അപ്പോൾ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അവർ ഒരു വാറ്റ് കൊണ്ടു തന്നു. അപ്പോൾ വാറ്റ് കൊണ്ടു തന്നപ്പോൾ ഞങ്ങളൊക്കെ പിള്ളേരാണ്, ഇത് എങ്ങനെ അടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം വാറ്റിൽ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്നുള്ള വിഷയം ഒരു ചർച്ചയായി. അപ്പോൾ ഇയാൾ വന്നിട്ട്, എന്തോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിൽ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു ഗ്ലാസ് എടുത്തിട്ട് വാറ്റിൽ തെളിനീർ കണ്ണുനീർ പോലെയുള്ള സാധനത്തിൽ വെള്ളം ചേർക്കണോ എന്ന് എന്നോട് ചോദിക്കുന്നു. മക്കളെ, ഞാൻ ആദ്യം കുടിച്ചിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കാം. വെള്ളപ്പാട്ടി കത്തിപ്പോയിട്ടേ ഭയങ്കര അഹങ്കാരമായിട്ട് വന്ന കലാമൂല്യങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 മണി 3 മണി. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഓട്ടോറിക്ഷ അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ആ സമയത്ത് നിരന്ന് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വന്ന് ഓട്ടോറിക്ഷക്കാരനെ വിളിക്കും. നല്ല ഉറക്കമായിരിക്കും പുള്ളി. അപ്പോൾ ഞാൻ വന്ന് വിളിക്കും, ഹലോ പോവോ? പുള്ളി അപ്പോൾ ഈ ഇങ്ങനെ തന്നെ കിടക്കണ്ടാവും. ഞാൻ വന്ന് വിളിക്കും, ഓ ഹലോ ഹലോ, അനങ്ങൂല. ഒന്നുകൂടെ വിളിക്കും, തട്ടി വിളിക്കും, ഹലോ പോവോ? ഉടൻ തന്നെ ഞാൻ ശബ്ദം മാറ്റിയിട്ട്, ഹലോ ഓട്ടോറിക്ഷ ഒന്ന് പോവോ? ചാടി എന്നേക്കും വിളിക്കാൻ. ആ പാവം ചേച്ചിയെ കുറിച്ച് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? തമാശക്ക് വേണ്ടി മാത്രം. തമാശക്ക് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും രമേശൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലോർ എപ്പോഴും കാണുന്നവർക്കും വരുന്നവർക്കും എല്ലാം സന്തോഷിക്കാനുള്ളതായതുകൊണ്ട് കേവലം തമാശയ്ക്ക് വേണ്ടിയാണ്, ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞതല്ല. വെറുതെ തമാശയ്ക്ക് വേണ്ടി മാത്രം എടുത്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതെ, കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം നോളജ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഫൺ തീരെ കുറവല്ലെന്ന് മനസ്സിലായല്ലോ. ഈ ഫൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഡേ ബൈ ഡേ. നമ്മൾ കൂടുതൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ കൂടെ കാണാം. Until then, it's bye from Diana.